ഒരു വണ്ടിപ്രാന്തന് അദ്ദേഹത്തിൻ്റെ ഡീസൽ i20 ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി, പക്ഷേ അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അപാര ലുക്കിലേക്ക് വാഹനം മാറ്റി കളഞ്ഞു. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കിഡിലൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആൻഡ് ആഡ് ഓൺ ചെയ്തു, ഡുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്തു. എക്സ്റ്റീരിയറിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രീമിയം ലെവലിലേക്ക് ഇന്റീരിയറിൽ മാറ്റി. അതിൻ്റെ വിശേഷം കാണിച്ചു തരാം. ഇന്റീരിയറിലേക്ക് കടക്കുകയാണെങ്കിൽ വേറെ രക്ഷയില്ല. അതിന് മുമ്പ് ബമ്പറിനകത്ത് സ്കേട്ടിങ്, ഒരു കിഡിലൻ ഒരു സ്കേട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുത്തു. ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ഒറ്റ ലുക്ക് നമുക്ക് നേരെ നമ്മുടെ ലുക്ക് നേരെ ആ സൈലൻസറിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ ആ ഒരു ബാക്ക് പ്രൊഫൈലും ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. ഇനി ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി തോന്നിയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനിലാണ്. ഇന്റീരിയറിൻ്റെ പാറ്റേൺ, ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അത് പാറ്റേൺ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡാഷ്ബോർഡിനകത്തൊക്കെ മൊത്തത്തിൽ ആ ഒരു കളർ പാറ്റേൺ അങ്ങ് മാറ്റി, പില്ലറിനകത്ത് മാറ്റി, അതേപോലെ സെയിം പാറ്റേണിൽ സീറ്റ് കവർ അടിച്ചു, ഡോർ പാഡിനകത്ത് മാറ്റം വരുത്തി, സ്റ്റിയറിംഗ് കവർ ചേഞ്ച് ചെയ്തു, അതേപോലെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും എല്ലാം ഒറ്റ കളർ പാറ്റേണിൽ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു യൂണീക്നെസ് വരുത്തക്ക രീതിയിൽ ആ ഒരു വണ്ടിപ്രാന്ത വാഹനത്തിൻ്റെ ഇന്റീരിയർ പ്രീമിയം ഒരു ക്ലാസ് ലെവലിലേക്ക് തന്നെ ഈ ഒരു വാഹനം മാറ്റിയെടുത്തു. 2014 മോഡലിൽ നിൽക്കുന്ന ഹ്യൂണ്ടായി എലൈറ്റ് i20 ഇറ എന്ന പേരിൽ നിൽക്കുന്ന വാഹനമാണ്. പക്ഷേ ഇറയാണെന്ന് ഒരിക്കലും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ വല്ല അലോയ്സും കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരേ ലെവലിൽ പ്രീമിയം ക്വാളിറ്റിക്ക് ഈ ഒരു വാഹനം മാറ്റിയെടുത്തോടുകൂടി ഡീസൽ എഞ്ചിൽ ഒരു 17 to 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന 1.4 ലിറ്റർ എന്ന ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്രൈവിനും ഏത് യാത്രകൾക്കും ഏറ്റവും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം, ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന വാഹനം, ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ലഭിക്കുന്ന വാഹനം, അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഇന്റീരിയർ ഭാഗം ആയതോടുകൂടി ഒരു വാഹനം വേറെ ലെവലിലേക്ക് തന്നെ മാറി എന്നുള്ളതാണ്. പക്ഷേ ചെറിയൊരു പണി ഈ ഒരു വണ്ടിപ്രാന്തന് കിട്ടിയിരുന്നു. വണ്ടിപ്രാന്തൻ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ഇതിന് മുമ്പത്തെ വാഹനത്തിൻ്റെ ഓണർ ചെറുതായിട്ടൊന്ന് തേച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വാഹനം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം ഞാൻ ഈ ഒരു വാഹനം നോർമലി ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ പില്ലർ ഈ ഒരു ഭാഗത്ത് വർക്ക് എടുത്തതായിട്ട് എനിക്ക് കണ്ടത്. ഇദ്ദേഹം ഈ വാഹനം എടുക്കുന്നതിന് മുമ്പ് ഷോറൂം, അതായത് ഹ്യൂണ്ടായിൻ്റെ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത വാഹനം പെർഫെക്റ്റ് ആണ്, പക്കയാണ്, ഒരു കുഴപ്പമില്ല, ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ള വാഹനമാണ്. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സാധാരണക്കാരൻ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിൽ ചെറിയൊരു വർക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പില്ലർ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. പില്ലർ ഭാഗത്തിൻ്റെ ഇങ്ങനെ ഡോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് പഞ്ചിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ നെങ്ങി പോകുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഇതിനുള്ളൊരു എയർ ഉള്ള പോലെ നെങ്ങി പോകുന്നത്. കാരണം സാധാരണ ഇതിലത് മെറ്റൽ പീസ് ആകുമ്പോൾ നെങ്ങി പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ പഞ്ചിങ് ഇങ്ങനെ നെങ്ങി പോകുന്നൊരു ഫീൽ ഇട്ടപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത സമയത്താണ് ഈ ഭാഗത്ത് മുതൽ ഈ ഒരു ഭാഗം വരെ കറക്റ്റായിട്ട് ഇത് വർക്ക് എടുത്തതിന് ശേഷം ഒരു പഞ്ചിങ് ചെയ്തതിന് ശേഷം എയർ ഇതിനകത്ത് നിറച്ചത്. എങ്ങനെ ഇത് സംഭവിച്ചത്? കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു വർക്കാണ്. ഒരിക്കലും ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് എവിടെ കൊണ്ടുകഴിഞ്ഞാലും ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്തിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് എടുത്തിട്ടുള്ള ഒരു വാഹനം. ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് പുതിയൊരു പേസ്റ്റ്, ഒരു പുതിയ പഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇവിടെയൊക്കെ കറക്റ്റ് പഞ്ചിങ്ങാണ്. ഈ ഒരു വണ്ടിപ്രാന്തം ഇങ്ങനെ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഈ ഒരു ഡാമേജ് ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ളൊരു വാഹനമാണെന്നുള്ളത് ഇദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് തന്നെ അറിയുന്നത്. പക്ഷേ ഇതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വാഹനം ഓടിക്കാനോ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ നെഗറ്റീവ്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് അത് അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പ്രവാസി എന്നുണ്ടായിരുന്നു, നമ്മുടെ പാലക്കാട് വന്നൊരു പ്രവാസി. അതിൻ്റെ തലേ ദിവസം നാട്ടിലേക്ക് വന്നു, തൊട്ട ദിവസം തന്നെ എൻ്റെ അടുത്തൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നു. ആ വാഹനം ഞാൻ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ഒരു ഡോറ് മാത്രം ഒറിജിനലുണ്ട്, ബാക്കി കംപ്ലീറ്റ് ബോഡി പോർഷൻ, 2 അപ്പറോണ്, അതേപോലെ 4 ഡോറ്, ഡിക്കി, കംപ്ലീറ്റ് സാധനം വാഹനത്തിന് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. 6 മാസം മുമ്പ് 2011 ഡിസൈർ വാഹനം അദ്ദേഹം വാങ്ങിയത് 2,80,000 രൂപ. 2 അപ്പുറം പോയ വാഹനം, 4 ഡോറിൽ ഒരു ഡോർ മാത്രം ബാലൻസ് റീപ്ലേസ് ആവാത്ത, ബാക്കി കംപ്ലീറ്റ് പാർട്സ് മാറി നല്ല അത്യുഗ്രനായിട്ട് പണിതിട്ടുള്ള വാഹനം വാങ്ങിയത് 2,80,000 രൂപയ്ക്ക്. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞാൽ ഏകദേശം 1,20,000 മുതൽ 1,25,000 രൂപ വരെ നമുക്ക് മാർക്കറ്റിൽ വിലയുള്ളൊരു വാഹനമാണിത്. അതിൽ കൂടുതൽ ഈ വാഹനത്തിന് കൊടുക്കാനില്ല എന്നാണ് അദ്ദേഹം അന്താളി ചോദിക്കും. കാരണം നിങ്ങൾ ഈ പ്രവാസികൾ ഗൾഫിലൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് അതുപോലെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇതുപോലുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ട് പെടാതിരിക്കുക. ഏതൊരു വാഹനം എടുക്കുന്നു, ഇപ്പോൾ എൻ്റെ അടുത്ത് എടുക്കുന്ന വാഹനങ്ങൾ പോലും നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം പക്ക പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാഹനങ്ങൾ എടുക്കുക. 2014 മോഡൽ നിൽക്കുന്ന ഹ്യൂണ്ടായിൻ്റെ എലൈറ്റ് i20 ഇറയുടെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ഫ്രണ്ടിൽ നിൽക്കുന്ന എക്സ്റ്റീരിയറും ഇന്ത്യയും പക്ക അടിപൊളിയായിട്ട് നല്ലൊരു ലുക്കിലേക്ക് തന്നെ വാഹനം മാറിയിട്ടുണ്ട്. മാത്രമല്ല ഗ്രില്ലിനൊക്കെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തതിനു ശേഷം വാഹനം ഫ്രണ്ട് ലുക്കും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. 5 കോട്ടയം രജിസ്ട്രേഷൻ എന്ന വാഹനം കൂടിയാണിത്. i20 ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന വാഹനം ആയതുകൊണ്ട് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വെറും 3,38,000 രൂപയ്ക്ക് 3,38 നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടു കൂടി സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഇനി ഡീസൽ എഞ്ചിൻ വേണ്ട, പെട്രോൾ എഞ്ചിൻ മതി എന്നവർക്ക് ഒരു അടിപൊളി പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന 2019 മോഡൽ നിൽക്കുന്ന എലൈറ്റ് i20 സ്പോർട്സ് പ്ലസ് എന്ന വേണ്ടി നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. സ്പോർട്സ് പ്ലസ് ആയതുകൊണ്ട് തന്നെ അലോയ്സ്, അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള
ചെയ്തിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന പെട്രോൾ എഞ്ചിൻ ഒരു 14-15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന KL24 രജിസ്ട്രേഷൻ ചെയ്യുന്ന വാഹനം വൈറ്റ് കളറിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം വെറും 5,85,000 രൂപയ്ക്ക്. 5,85,000 നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടു കൂടി സ്വന്തമാക്കാൻ പറ്റിയ വാഹനമാണ്. അതും ഫുൾ ലോണിൽ സ്വന്തമാക്കാൻ പറ്റിയ വാഹനം എന്ന് പറയാം. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഹ്യുണ്ടായി i20യും അതേപോലെ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന മറ്റൊരു i20യും. 2 വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഡീസലും പെട്രോളും ആയിട്ടുള്ള ഒരുപാട് വാഹനത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് കിട്ടുന്ന നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.